നമസ്കാരം. പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഗോട്ട് കണ്ടു. ഒറ്റവാക്കി പറയണമെന്ന് വെച്ചാൽ ലിയോ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും എന്നാണ് ഒറ്റ വാചകത്തിൽ പറയാനുള്ള ഉത്തരം എന്നുള്ളത് ഇതാണ്. പിന്നെ എനിക്ക് പേഴ്സണലി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പോസിറ്റീവ് ഞാൻ വളരെ ഷോർട്ട് റിവ്യൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ വാച്ചബിൾ മൂവിയാണ്. ഒറ്റ പ്രാവശ്യം കാണാം. ഒരു ആവറേജ് മൂവി കാണിച്ച് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. മാസ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. വെങ്കൽ പ്രഭുവിൻ്റെ മറ്റുള്ള സിനിമകൾ സമയം ഭയങ്കര മാസ്സായിട്ടുള്ള സിനിമ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കാണാം, കണ്ടിരിക്കാം. തല്ലിപ്പൊളി സിനിമ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പക്ഷേ ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ കുറേ കുത്തിത്തിരുക്കി കയറ്റിയിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറേ സംഭവങ്ങളൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ എടുത്തു പറയത്തൊക്കെ ഉള്ളത് ഇതിൻ്റെ ആക്ഷൻസ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേക്കിംഗ് നന്നായിട്ടുണ്ട്. BGM കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്. പിന്നെ അതിൽ താരനിരകളൊക്കെ നല്ല താരനിരകൾ. ഇപ്പോൾ ജയറാമുണ്ട്, നല്ല റോളുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നിട്ടുള്ള അജ്മൽ അവർക്ക് ഓക്കെയാണ്. പിന്നെ ലാസ്റ്റ് ടൈമൊക്കെ ആവുന്ന സമയത്ത് ക്ലൈമാക്സിൻ്റെ അവിടേക്ക് എത്തുന്ന സമയത്ത് ശിവകാർത്തികനൊക്കെ വരുന്ന ഗസ്റ്റ് അപ്പിയറൻസ് പോലെയൊക്കെ വന്നിട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. കുറച്ച് ട്വിസ്റ്റുകൾ നിറച്ചിട്ടുള്ള സിനിമ. പ്രശാന്ത്, പ്രഭുദേവ, പിന്നെ പഴയ നായകൻ മോഹൻ, അവരൊക്കെ ഇതിലുണ്ട്. പിന്നെ എനിക്ക് അത്ര ഒരു ഇനി ഇതിൻ്റെ മോശം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ പാട്ടുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പാട്ടുകളൊന്നും നന്നായിട്ടില്ല. പിന്നെ അതിൽ വേറൊരു പോസിറ്റീവ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഏജിങ് ചെയ്തിട്ടുള്ള സംഭവം, അവൻ്റെ ടീനേജിലുള്ള സംഭവം കളിക്കുന്നുണ്ട്. ഒരു പയ്യനായിട്ട് വളരെ സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ചെറുപ്പമൊക്കെ കാണിക്കുന്നത് അതൊക്കെ നന്നായിട്ടുണ്ട്. ഒരു ഇതുമില്ല. ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏജിങ്ങൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഇതിൽ പറഞ്ഞു വരികയാണെങ്കിൽ. പിന്നെ അതിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിലിപ്പോൾ എടുത്ത് പറയത്തെ പിന്നെ കുറച്ച് ലാഗ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരാവശ്യമുണ്ട്, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. കുറേ ഒരുപാട് മാസ് കാണിക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ അത് വന്നിട്ട് മാസായതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് എന്നിട്ട് മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. മാസാണോ അതോ ആസാണോ എന്നുള്ള കാര്യം. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കിതിൽ വേറെ ഒന്നും പറയാനില്ല. ഇതിൽ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ജയിലർ മൂവിയോട് സാദൃശ്യമുള്ള സംഭവം അങ്ങനെ വരുന്നുണ്ട്. ജയിലർ മൂവിയായിട്ട് അതുപോലെയൊക്കെ ഏകദേശം വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് മാറി. പിന്നെ അഴകിയ തമിഴ് മകൻ പോലെ വന്നു നോക്കുമ്പോൾ പിന്നെ അതും കൊണ്ട് ലാസ്റ്റ് കൊണ്ട് മാറി. പിന്നെ ലാസ്റ്റ് വേറെ എന്തൊക്കെയൊക്കെയോ ആയിട്ട് മൊത്തം ഒരു ഇതായിട്ടുള്ള സിനിമയാണ്. പോയി കാണാം. എന്തായാലും കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് നിങ്ങൾ പോയിട്ട് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും പോയി കാണാം. ഓക്കെ, കണ്ട് പടത്തെ വിജയിപ്പിക്കും എന്തായാലും. ഓക്കെ, വീണ്ടും കാണുന്ന വഴിക്ക് നിങ്ങൾ സ്വന്തം മനസ്സിൽ ശ്രമിച്ചാൽ ഒരു സാധാരണ പാലക്കാടുകാരൻ.